ചെങ്ങന്മാരെ നമസ്കാരം. നമ്മുടെ കേരളത്തിൽ 3.5 കോടി അല്ലെങ്കിൽ 4 കോടിയോളം ജനങ്ങളാണ് ഉള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സർവേ അനുസരിച്ചിട്ടൊന്നല്ല, നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ ഈ 4 കോടി ജനങ്ങളിൽ എന്താ പറയാ, പെൻഷനേഴ്സ് ഒരുപാട് പേരുണ്ട്, സർക്കാർ ജോലിക്കാർ ഒരുപാട് പേരുണ്ട്, വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ഇവരൊന്നും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാതെ, അതായത് പെൻഷനേഴ്സിന് പെൻഷൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് പെൻഷൻ മാസം മുടങ്ങാതെ കൊടുക്കാൻ പറ്റാതെ, സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റാതെ, വിദ്യാർത്ഥികൾക്ക് എന്താ പറയാ കൺസെഷൻ പോലും KSRTCയിൽ മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും സ്കൂൾ ബസ് പോലും ഇല്ലാതെ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരുപാട് വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കന്മാര്, ഇവര് ഉത്തരേന്ത്യയിലോട്ട് നോക്കിയിട്ട് അവിടെ അത് നടക്കുന്നു, ഇവിടെ ഇത് നടക്കുന്നു, അവിടെ മറ്റത് നടക്കുന്നു, മറിച്ചത് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് സാമാന്യ ബോധമുള്ള ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? സുഹൃത്തുക്കളെ, നിങ്ങൾ പറയും. അറിയാത്തോണ്ട് ചോദിക്കുക. ഞാനത് തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കണല്ലോ. അതുകൊണ്ട് ചോദിക്കാണ്, അത് തെറ്റാണോ അല്ലെങ്കിൽ അത് ശരിയാണോ? ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോധമുള്ള ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? 3.5 കോടി 4 കോടി ജനങ്ങളുള്ളൂ. കേരളം ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി ആക്കാം. മര്യാദയ്ക്ക് അവിടെ കുറച്ച് ബിസിനസ്സും അല്ലെങ്കിൽ എല്ലാവർക്കും തൊഴിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വർഗമായി മാറുന്നത്. എന്നിട്ട് ഈ ആൾക്കാർ, കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാര് നോർത്തിലോട്ട് നോക്കിയിട്ട് അവിടെ അതാണ് ഇവിടെ ഇതാണെന്ന് പറയാതെ, ഈ ഭരിക്കുന്ന സെൻട്രലാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നുണ്ടെങ്കിലും അവർ ഭരിക്കുന്നത് ഭാരതത്തിലാണ്. ഭാരതത്തിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പൊ കേരളത്തിന് വേണ്ട കാര്യങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു തരില്ലേ? പക്ഷെ അതൊന്നും ചോദിക്കാതെ അവരെ കുറ്റം പറഞ്ഞ് വെറുപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ? ഒന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് പറഞ്ഞു തരി ചങ്ങായിമാരെ.